ഹായ്, ഇന്ന് നമ്മൾ ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഏതൊക്കെ രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവസാനം ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന പെർഫോമൻസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലീഡ്സിനോ അല്ലെങ്കിൽ സെയിൽസിനോ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. പല രീതിയിൽ കമ്മീഷൻ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ചില കമ്പനികൾ ലീഡ്സിന്, അതായത് അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സിന് അവർ കമ്മീഷൻ കൊടുക്കും. ചില കമ്പനികൾ സെയിൽസിന് കമ്മീഷൻ കൊടുക്കും. ചില കമ്പനികൾ ഒരു പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കൊടുക്കും. ഇങ്ങനെ പല രീതിയിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു നല്ല രീതിയിൽ കമ്മീഷൻ കൊടുക്കുന്ന ഒരു നല്ല അഫിലിയേറ്റ് കമ്മീഷൻ സ്ട്രക്ചർ ഉള്ള ഒരു പ്രോഗ്രാം സെലക്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഓൺലൈനിലൂടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വലിയ എക്സ്പെൻസ് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏതൊരു കമ്പനിക്കാണെങ്കിലും അവർക്ക് കോസ്റ്റ് പെർ അക്യൂസിഷൻ ഉണ്ടാവും. ഒരു കസ്റ്റമറിന് കിട്ടാൻ അവർ ഇത്ര സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും. ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തരുന്നതാണ് ഇതിന്റെ ഒരു രീതി. ഓക്കെ, കൂടുതൽ പേരും ചെയ്തിട്ടുണ്ടാവുക, കൂടുതൽ പേരും നിങ്ങൾക്ക് കൂടുതൽ പേർക്കും അറിയുന്നുണ്ടാവുക ആമസോണിലെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമുക്ക് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റ് ചെയ്തിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റുകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും ക്ലിക്ക് ബാങ്ക്, ജെവിസു, മാക്സ് ബൗണ്ടി, അതുപോലെയുള്ള ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ പല കാറ്റഗറിയിലായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളുടെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യാം. അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടാവും. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ടാവും. ഈ മാർക്കറ്റ് പ്ലേസുകളുടെ അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. ഇങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പ്ലേസുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് ഒരു പ്രൊമോട്ട് ചെയ്യാം. അതിൽ നിന്ന് വരുന്ന സെയിലിന്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, ഇതിൽ വളരെയധികം ആളുകൾ എളുപ്പത്തിൽ തുടങ്ങുന്നവർ, അതായത് പുതുതായിട്ട് തുടങ്ങുന്നവരൊക്കെ ഏറ്റവും അധികം പരീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം ആമസോണിന്റെ ഒക്കെ അഫിലിയേറ്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യാറില്ല അതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലൊക്കെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് അതിന്റെ മാർജിൻ വളരെ കുറവായിരിക്കും. ഒന്നാമത് അത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു സെയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം, ഷിപ്പ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. അതിന് കൊറിയർ ചാർജ് ഉണ്ടാവും, റീഫണ്ട്സ് ഉണ്ടാവും, ഡാമേജ് പീസുകൾ ഉണ്ടാവും. ഇതിന്റെ എല്ലാം പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ മാർജിൻ കുറവായിരിക്കും. പ്രൊഡക്റ്റിന് മാർജിൻ കുറവാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കമ്മീഷനും വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു കമ്മീഷനിലേക്ക്, ഒരു സാലറി സ്ട്രക്ചറിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ലെവലൊക്കെയുള്ള റീച്ച് വേണ്ടി വരും. ഓക്കെ, ഇനി ഇത് തന്നെ ചെയ്യണം, നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യണം, ഇത് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ പോലെയുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് ആണ് ചെയ്യാൻ താല്പര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്യൂറേറ്റ് ചെയ്യാം പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ്, ഒരു മൈക്രോ നീഷ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഫ് കളിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ അവരെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ പല സൈറ്റുകളിൽ നിന്ന് ക്യൂറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് ഇടാം.
മനസ്സിലായോ? അതായത് ഒരു ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നീഷ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗാർഡനിങ് പ്രൊഡക്റ്റുകൾ അതിൽ ലിസ്റ്റ് ചെയ്യാം. പല സൈറ്റുകളിൽ നിന്നാവാം. നിങ്ങൾ ആമസോണിന്റെ അഫിലിയേറ്റ് ആയിട്ട് ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാം. അതുപോലെ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പല വെബ്സൈറ്റുകളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം ക്യൂറേറ്റ് ചെയ്തിട്ട് ഒരു ക്യൂറേറ്റിംഗ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇങ്ങനെ ഫിസിക്കൽ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇതുപോലെ ക്യൂറേഷൻ വെബ്സൈറ്റുകൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ആമസോണിലെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അത് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസർ ലെവലൊക്കെയുള്ള ഒരു റീച്ച് ഉണ്ടെങ്കിലാണ് അതിൽ നിന്നൊരു പ്രോപ്പർ ആയിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്, പക്ഷേ കമ്മീഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മീഷൻസ് കൂടുതൽ പറയുന്ന സമയത്ത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് $100 കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ടിക്കറ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് 1000 കിട്ടിക്കഴിഞ്ഞാലും അത് ഹൈ ടിക്കറ്റ് ആയിരിക്കും. അത് അവർ സാധാരണ ചെയ്യുന്ന സെയിലായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സാലറി സ്ട്രക്ചർ, നിങ്ങൾക്കൊരു കമ്മീഷൻ സ്ട്രക്ചർ ചെയ്തിട്ട് അതിന് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ, അതായത് ഒരു 10-20 സെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സാലറി ഗോൾ, ഇൻകം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് ചെയ്യുന്നതിനാണ് ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു 50,000 ആണ് അല്ലെങ്കിൽ ഒരു 1 lakh ആണ് നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളെങ്കിൽ, മന്ത്ലി ഇൻകം ടാർഗറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ 10,000 രൂപ കമ്മീഷൻ കിട്ടുന്ന 10 സെയിൽ ചെയ്താൽ മതി. മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നതാണ് ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, കോച്ചിങ് പ്രോഗ്രാംസ്. ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാകുന്ന സമയത്ത് അതിന് ഡെലിവറിയോ മാനുഫാക്ചറിങ്ങോ അങ്ങനെ ഒന്നുമില്ല. സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് അവർ ഒരിക്കൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളൊരു കസ്റ്റമറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലൊരു 80-90% അവർക്ക് കമ്മീഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന സമയത്ത് 30% മുതൽ 60-70% വരെയൊക്കെ കമ്മീഷൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ പ്രൊഡക്റ്റുകളാവുന്ന സമയത്ത് 1% മുതൽ 3-4-5% വരെയൊക്കെയാണ് മാക്സിമം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുകയുള്ളൂ. അതായത് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ്, ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിൽ 40-50 രൂപ കമ്മീഷൻ കിട്ടുന്നതിന് പകരം നിങ്ങളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് 1000 രൂപയുടെ സെല് ചെയ്യുന്നതെങ്കിൽ 400 രൂപ മുതൽ 600-700 രൂപ വരെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് സോഫ്റ്റ്വെയർ, ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ, വെബ് ഹോസ്റ്റിങ്ങുകൾ, വെബ്സൈറ്റ് ബിൽഡേഴ്സ്, മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഈ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, ഇതുപോലെയുള്ള എല്ലാ സോഫ്റ്റ്വെയർസും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും അവർ സെല് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 30% മുതൽ 60% നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടും. ഒരു കസ്റ്റമറിനെ നിങ്ങൾ കമ്പനിയിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ ഓരോ മാസം സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് കുറച്ചു കാലം അത് ചെയ്യുന്ന സമയത്ത് ഇതൊരു റിക്കറിംഗ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം സ്ട്രീം ആയിട്ട് ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് സെൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോറി, കാണാമല്ലോ അല്ലേ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മളുടെ ഓഡിയൻസ് ഉണ്ടാവും. ഇത് സോഫ്റ്റ്വെയർ ആയിരിക്കും, നമ്മൾ സെൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ഈ സോഫ്റ്റ്വെയറിലേക്ക് ഈ കസ്റ്റമർ ഡയറക്റ്റ് വരുന്ന സമയത്ത് കമ്പനിക്ക് 1000 rupees കിട്ടും. 1000 rupees ആണ് കിട്ടുന്നത് വെക്കാം, അല്ലെങ്കിൽ $1000 എന്താണ്, അപ്പോൾ നമുക്കൊരു $100 വെക്കാം. $100 ആണ് ഈ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ്. ഈ $100 ഈ കമ്പനിയിലേക്ക് ഡയറക്റ്റ് സെൽ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടും. ഈ $100 കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ചിലപ്പോൾ എന്താവും, $50 ആഡിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ടിപ്പിക്കലായിട്ട് മാർക്കറ്റിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരാളായിട്ട് നിൽക്കും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $50 ആണ്. അത് കമ്പനി ആഡിൽ റൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് തരും. ഈ $50
നിങ്ങൾ ഏൺ ചെയ്യും. ഇതാണ് കമ്പനീനെ സംബന്ധിച്ച് ബെനിഫിറ്റ്. കമ്പനീനെ സംബന്ധിച്ച് നിങ്ങൾ ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യാണ് കമ്പനിക്ക് ലാഭം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആഡ് റൺ ചെയ്യുന്ന സമയത്ത് $50 കമ്പനി ആഡിന് കൊടുത്തിട്ട് കസ്റ്റമർ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കമ്പനിയുടെ ബ്രാൻഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. പല ആളുകൾ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കമ്പനിയുടെ ബ്രാൻഡിങ്ങിനെയും അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുക അഫിലിയേറ്റ്സ് വഴി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആളുകൾ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് $50 കമ്പനി തരുന്നതെന്ന് വെച്ച് നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്ക് ഈ കമ്പനിയുടെ അടുത്ത് നിങ്ങൾ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് $50 വേണ്ട, $25 മതി, $25 കസ്റ്റമറിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന ലിങ്ക് ഈ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ എത്ര രൂപയാണോ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രൈസിന് തന്നെയാണ് നമ്മളുടെ കസ്റ്റമേഴ്സിനും ആ പ്രൊഡക്റ്റ് നമുക്ക് സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ വരുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. കസ്റ്റമർ, അതായത് ഈ വെബ്സൈറ്റിലെ ലാൻഡിംഗ് പേജിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിങ് സ്ട്രക്ചറിലേക്കോ നമുക്ക് ആക്സസ് കിട്ടൂല. ഈ ആക്സസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഈ ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റില്ല. സെയിം പ്രൈസ്, അതായത് കസ്റ്റമർ ഡയറക്റ്റ് കമ്പനിയുടെ അടുത്ത് പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സോഫ്റ്റ്വെയർ കസ്റ്റമർ കൊടുക്കേണ്ട പ്രൈസ് $100 ആണ്. അപ്പോൾ കസ്റ്റമറിന് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച എന്താ കാര്യം? അതായത് നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് രണ്ട് രീതിയിലാണ് നമുക്കൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചീപ്പർ ആക്കാൻ പറ്റുന്നത്. ഒന്ന്, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറക്കുക, അത് നമുക്കിവിടെ പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പ്രൈസിന് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഈ അഫിലിയേറ്റ് ലിങ്ക്, അതായത് നമ്മൾ കമ്പനിയുമായിട്ട് അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ലിങ്ക് ഡയറക്റ്റ് എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളൊരു നടുക്കൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഈ ലാൻഡിംഗ് പേജിൽ കസ്റ്റമറിൻ്റെ നെയിമും ഇമെയിൽ ID, ഫോൺ നമ്പർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ വാങ്ങിക്കുക. ഈ ഡീറ്റെയിൽ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ അടുത്ത് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ $100 ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ $100 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ പ്ലസ് എൻ്റെ ബോണസുകൾ, ഇത്രയും ബോണസുകൾ 1 2 3 4 5 ഇത്രയും ബോണസുകൾ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. എൻ്റെ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോഴും $100 ആണ്, കമ്പനി ത്രൂ പർച്ചേസ് ചെയ്യുമ്പോഴും $100 ആണ്. കമ്പനി ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് $100 സോഫ്റ്റ്വെയർ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് $100 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ പ്ലസ് ദീസ് ആൻഡ് ദീസ് ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ലാൻഡിംഗ് പേജിൽ പ്രൊമോട്ട് ചെയ്യുക. സോ യു ആർ ബേസിക്കലി ഗിവിംഗ് എ റീസൺ ഫോർ ദം ടു പർച്ചേസ് ത്രൂ യു. മനസ്സിലായോ? ഇതാണ് ഇതിനെക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഈ ലാൻഡിംഗ് പേജ്, അതായത് ഇതിന് അഫിലിയേറ്റ് ബ്രിഡ്ജ് പേജ് എന്നെല്ലാം പറയും. ഈ ബ്രിഡ്ജ് പേജ് ബിൽഡ് ചെയ്യുന്നതിന് വേറെയും ബെനിഫിറ്റുകളുണ്ട്. വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആരൊക്കെയാണ് നിങ്ങളുടെ ഓഡിയൻസിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് ആരൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത്, ആരൊക്കെയാണ് അത് പർച്ചേസ് ചെയ്യാൻ പോയതെന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ലാൻഡിംഗ് പേജ് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ നമുക്ക് കിട്ടും. ഈ ഡാറ്റ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ തന്ന ആള് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവരെ ഫോളോ അപ്പ് ചെയ്യാം. ഇങ്ങനെ അഫിലിയേറ്റ് ഫണലുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ട്രാക്ഷനോ അല്ലെങ്കിൽ സിസ്റ്റമയോ അല്ലെങ്കിൽ ഗോ ഹൈ ലെവലൊക്കെ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറുകളിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇമെയിൽ വഴി, SMS വഴിയും വാട്സപ്പ് വഴിയൊക്കെ ഇവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത ആളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റും. ഇനി ഈ പ്രൊഡക്റ്റ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വേറെ ഒരു ഓട്ടോമേഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള, അതായത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആള് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതാണ് വേറെ ഒരു അഡ്വാൻറ്റേജ്. ഇതുപോലെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്യൂസ് പേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് പേജ് വെച്ചിട്ട് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണിത്. ഇനി ഞാനിവിടെ പറഞ്ഞു നിങ്ങളിവിടെ ബോണസുകൾ കൊടുക്കാമെന്ന്. ഇതിന് ഈ ഒരു ട്രിക്കിന് നമ്മൾ പറയുന്ന പേര് ഓഫർ സ്റ്റാക്കിംഗ് എന്നാണ്. ഓഫർ സ്റ്റാക്കിംഗ് എന്നാണ് ഈ ഒരു മെത്തേഡിന് പറയുന്നത്. ഈ ഓഫർ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് ഞാനൊരു ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണെന്ന് വെക്കാം. ഈ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ആ ബുദ്ധിമുട്ടുകളാണ് നമ്മളിവിടെ ഓഫർ സ്റ്റാക്കിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇമെയിൽ മാർക്കറ്റിംഗ് ടെംപ്ലേറ്റുകൾ കൊടുക്കാം, ഇമെയിലിൻ്റെ ഓപ്പൺ റേറ്റുകൾ കൂട്ടാനുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വൺ ടൈം ആയിട്ട് ഇവരുടെ ഈ ഇമെയിൽ സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു എക്സ്ട്രാ ടാസ്ക് ആണ്, ഇത് എന്തിനാ ഇത്രയും ചെയ്യുന്നതെന്ന് തോന്നാം. പക്ഷേ ഇതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരന് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് റീഫണ്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതിന് പകരം നിങ്ങൾ അവരെ ഗൈഡ് ചെയ്ത് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡുകൾ കൊടുക്കുക, അത് അവർക്ക് കോൺഫിഗറേഷൻ സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ചേൺ റേറ്റ് വളരെ കുറവായിരിക്കും. ഇത് അവർ ഉപയോഗിക്കാൻ തുടങ്ങും, ഇത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ മാസവും കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അവരിത് ഒരു മാസം ഇപ്പോൾ നമ്മളൊരു സെയിൽ ചെയ്തു, അവരത് അടുത്ത മാസം റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം ഇതിൽ നിന്ന് കമ്മീഷൻ കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യമാണ് അവരത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ആ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. 5-10 മിനിറ്റ് നിങ്ങൾക്ക് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. ഒരു മന്ത്ലി റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷനായിട്ട് അത് ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ശരി. ഇനി നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അപ്സെൽ ചെയ്യാം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇതൊരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, നമ്മളിത് സെല് ചെയ്യുന്നതെന്ന് വെക്കാം. ഇമെയിൽ മാർക്കറ്റിംഗിന്റെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തയാൾ വേറെ പർച്ചേസ് ചെയ്യാനുള്ള എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഒന്നൊരു ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ ടിക്കറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഇമെയിൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് സെല് ചെയ്യാം. രണ്ടാമത് എന്ത് ചെയ്യാം? വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാം. മറ്റ് മാർക്കറ്റിംഗ് മെത്തേഡുകളുള്ള സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്ക് അപ്സെൽ ചെയ്യാം. കാരണം ഇമെയിൽ മാർക്കറ്റിംഗ് ട്രൈ ചെയ്ത ആൾ വാട്സാപ്പ് മാർക്കറ്റിംഗും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള അഫിലിയേറ്റ് പ്രൊഡക്റ്റുകളും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മീഷൻസ് കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ ട്രസ്റ്റിനെ ബാധിക്കും. പിന്നീട് അവർ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു വരില്ല. ഓക്കെ, ഒരിക്കൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരാളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ഒരു പുതിയ പ്രോസ്പെക്റ്റിനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ക്ലയന്റിന് കൂടുതൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യണം, അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഇതുപോലെയുള്ള ഫണൽ സിസ്റ്റംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫണൽ ടെംപ്ലേറ്റുകളും വിന്നിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഒക്കെ നമ്മൾ അതിൽ റെക്കമെൻഡ് ചെയ്യും. എല്ലാ വെനസ്ഡേസിലും നമുക്ക് ലൈവ് ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഓക്കെ, വേറെന്തായിരുന്നു? ഓക്കെ, അത്രയാണ് കാര്യങ്ങൾ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.